അങ്ങനെ നമ്മുടെ നിധി സുഭാഷ് ഏട്ടൻ്റെയും നികേഷിൻ്റെ ഒപ്പം വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി കുറേ ദിവസം കഴിഞ്ഞിട്ട് വരികയല്ലേ ഏട്ടാ, ആരതി എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനേടാ അവിടെ ആരാ പെണ്ണുങ്ങൾ, ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ, അവളിപ്പോൾ തൽക്കാലം കയറട്ടെ എന്നൊക്കെ പറയുന്നത്. നിധി പറഞ്ഞത് സാരമില്ല പറഞ്ഞിട്ട് കയറുന്നുണ്ട്. എന്തായാലും നിധി കയറി ഉടനെ ചെന്ന് അന്വേഷിക്കുന്നത് നമ്മുടെ സുധീഷിനെയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ സുഖമായിട്ട് റൂമിൽ ഇങ്ങനെ നിധിയുടെ റൂമിൽ ഫോണും ഇയർഫോണും വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയി നോക്കാം എവിടെ സുധീഷ് എന്ന് പറഞ്ഞു. അപ്പോൾ നികേഷ് പറഞ്ഞു, ഏടത്തി പോണ്ട, ഞാൻ പോയിട്ട് സുധീഷ് ഏട്ടനോട് പുറത്ത് വരാമെന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ പോയി നോക്കട്ടെ എന്താ സുധീഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധി വേഗം ഉള്ളിൽ പോണ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ സുഖമായിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നിധിനെ കണ്ണ് പെട്ടെന്ന് നീക്കുമ്പോൾ സ്വപ്നമാണെന്ന് വിചാരിച്ച് ഒന്നും കൂടി കണ്ണൊക്കെ തിരുമ്മി നോക്കുന്നുണ്ട്. ഹലോ, ഞാൻ തന്നെ, ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തിയെന്ന് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ബോധം കെട്ടിട്ട് വീഴുന്നുണ്ട്. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടൻ ഓടി വന്നിട്ട് എന്താടാ പറ്റിയപ്പോൾ ആകെപ്പാടെ ഒരു തല കറങ്ങിയതായിട്ടാന്ന് പറയുന്നത്. എന്തായാലും സുധീഷിനോട് പറയുന്നുണ്ട് പുറത്ത് പോകാൻ പറയുന്നുണ്ട്. നിധി അവളെ റൂമിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് വലിയൊരു ആശ്വാസം, അവൾക്ക് തിരിച്ചെത്തിയപ്പോൾ. എന്തായാലും വൈകുന്നേരം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കേണ്ട. ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ട് സുഭാഷ് ഏട്ടാ ഭക്ഷണത്തിൽ, ഞാൻ കഴിക്കാൻ ഒരുപാട് കൊതിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നാവൊക്കെ ചത്തുപോയിരുന്നു ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ചിട്ട്. പറഞ്ഞു അതിനെന്താ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നല്ല ചിക്കനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭാസ്കരൻ അവരുടെ ഒപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരും ഓരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ ഇപ്പോഴാണ് മോളെ വീടായത്, ഇതുവരെ വീടിന് ഒരു സുഖം ഉണ്ടായിരുന്നു. നികേഷ് ഏട്ടൻ പറഞ്ഞു, അതെ ഏടത്തി ഈ വീട് തന്നെ നശിച്ചു പോയിരുന്നു ഏടത്തി തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ രാവിലെ സുധീഷ് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരുന്ന സമയത്ത് ഞാൻ അത് കുറേ ദൂരം പോയിട്ടാണ് വാങ്ങിയിട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ അതൊക്കെ വാങ്ങിയിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഓരോന്ന് വർത്തമാനം പറയുന്ന ഇടയിൽ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു നിധി തിരിച്ച് വരുമെന്ന്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പറഞ്ഞു. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ആ ഏടത്തി എനിക്ക് വേണ്ടിയിട്ടാണ് തിരിച്ച് വന്നത്, എൻ്റെ പനി മാറട്ടെ, എനിക്കൊരു അസുഖം ഇനി വരരുത് വേണ്ടിയിട്ടാണ് തിരിച്ച് വന്നതെന്ന് പറയുമ്പോൾ, അതൊന്നല്ല അവളുടെ കഴുത്തിൽ കണ്ടില്ലേ താലി, അവളത് എത്ര പ്രശ്നം വന്നപ്പോഴും ഊരിയില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾ തിരിച്ച് വന്നത്, അതാണ് താലിയുടെ മഹാത്മ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി വേഗം പെട്ടെന്ന് നീട്ടിട്ട് മെല്ലെ വന്നിട്ട് അടുത്ത് വന്നിട്ട് നമ്മുടെ സുധീഷിൻ്റെ കയ്യിലേക്ക് താലി പെട്ടെന്ന് ഊരിയിട്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടുണ്ട്. ഇതിന് ഇവൻ്റെ എന്താവശ്യമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പറയേണ്ടത്, അതുകൊണ്ടല്ലേ ഇപ്പോൾ അവൻ അനുഭവിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ. എന്നിട്ട് എന്തായാലും അവന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട് സുധീഷിന്. എന്തായാലും പുറത്ത് പോയിട്ട് സുധീഷ് ആ താലി പറയുന്നുണ്ട്, ഇനി ഇത് തൽക്കാലം അവളിടണോളെ എൻ്റെ കഴുത്ത് കിടക്കട്ടെ പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിലിട്ടിട്ട് അവൻ അങ്ങനെ പോയിട്ട് ഒരുപാടിരുന്ന് വർക്ക്ഷോപ്പിൽ നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ട് ഇരുന്നിട്ട് ഒരുപാട് വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതിപ്പോൾ ഉള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.